CMRL കേസിൽ കോടതിയിൽ ആദ്യ കടമ്പ കടന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് SFIO സമർപ്പിച്ച കുറ്റപത്രം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 ജഡ്ജി സുരേഷ് കുമാർ VPM സ്വീകരിച്ചു. പ്രതികൾക്കെതിരെ SFIO ഉന്നയിച്ച കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് കോടതിക്ക് സ്വയം ബോധ്യമായതിനെ തുടർന്നാണ് കുറ്റപത്രം സ്വീകരിച്ചത്. കുറ്റപത്രം സ്വീകരിക്കുന്നതിനായി പ്രാഥമിക വാദം നടന്നില്ല. കുറ്റപത്രത്തിൽ ഉന്നയിച്ച കുറ്റങ്ങളിൽ അവ്യക്തത ഉണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികളോട് തുറന്ന കോടതിയിൽ വാദിക്കാൻ കോടതി ആവശ്യപ്പെടാറുണ്ട്. അടുത്ത ഘട്ടമായി കേസിന് നമ്പരിട്ട ശേഷം പ്രതികൾക്ക് സമൻസ് അയക്കും. അതിനുശേഷം പ്രതികൾക്ക് വിടുതൽ ഹർജി ഫയൽ ചെയ്യാൻ അവസരമുണ്ട്. കേസിലാകെ 13 പ്രതികളാണുള്ളത്. CMRL MD ശശിധരൻ കർത്ത 1-ാം പ്രതിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ 11-ാം പ്രതിയുമാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കമ്പനി നിയമത്തിലെ 447-ാം വകുപ്പാണ് വീണയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ചെയ്യാത്ത ജോലിക്ക് CMRL നിന്ന് 1.7 കോടി ഉൾപ്പെടെ 2.7 കോടി രൂപ അനധികൃതമായി കൈപ്പറ്റിയെന്നാണ് വീണ വിജയനെതിരെ SFIOയുടെ കണ്ടെത്തൽ. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SFIO അന്വേഷണം നടത്തിയത്. SFIO സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള സാധ്യത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടുന്നുണ്ട്. S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.